സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം 5 ദിവസമാക്കുന്നത് തത്വത്തിൽ അംഗീകരിച്ച് സർവീസ് സംഘടനകൾ പ്രവൃത്തി സമയം കൂട്ടുന്ന കാര്യവും അംഗീകരിച്ചു. പൊതു അവധിയും ക്യാഷ് ലീവും ചുരുക്കാൻ അനുവദിക്കില്ലെന്ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംഘടനാ പ്രതിനിധികൾ നിലപാടെടുത്തു. സേഫ് സെയിൽ ലാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫി, പ്രവൃത്തി ദിനം കുറയ്ക്കലുമായി ബന്ധപ്പെട്ട് എന്താണ് തത്വത്തിലുണ്ടായ തീരുമാനം? ഇന്നൊരു പ്രാഥമിക ചർച്ച എന്ന് പറയാൻ പറ്റൂ. ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഈ സർവീസ് സംഘടനകളുടെ അവരുടെ നിർദ്ദേശം എന്താണ് എന്ന് അറിയുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇതുവഴി ലക്ഷ്യം വെച്ചത്. അങ്ങനെയാണ് ചീഫ് സെക്രട്ടറി രാവിലെ 10 മണിക്ക് ഓൺലൈനായി യോഗം വിളിച്ചത്. ഓരോ സർവീസ് സംഘടനയിൽ നിന്നും ഓരോരുത്തരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ആഴ്ചയിൽ പ്രവൃത്തി ദിനം 5 ആക്കുന്നതിനോട് അനുകൂലമായിട്ടാണ് എല്ലാ സർവീസ് സംഘടനകളും പ്രതികരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവൃത്തി സമയം കൂട്ടുന്ന കാര്യത്തിൽ അവർ എതിർ സ്വരങ്ങൾ ഉയർത്തിയിട്ടില്ല. കാരണം 5 ദിവസമായി കുറയുമ്പോൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 6 ദിവസം എന്നത് 5 ദിവസമായി കുറയുമ്പോൾ ഒരു ദിവസത്തെ സേവനം നഷ്ടമാകും. അതുകൊണ്ട് പ്രവൃത്തി സമയം കൂട്ടണമെന്ന നിർദ്ദേശം ഈ ശുപാർശ നൽകിയ പല ശമ്പള പരിഷ്കരണ കമ്മീഷൻ അടക്കമുള്ളവ നൽകിയിരുന്നു. രാവിലെ 1 മണിക്കൂറും ഉച്ചയ്ക്കും വൈകിട്ടുമായി 15 മിനിറ്റ് നേരം പ്രവൃത്തി സമയം കൂട്ടണമെന്ന നിർദ്ദേശമാണുള്ളത്. അതിനോട് അനുകൂലമായിട്ട് തന്നെയാണ് അവർ പ്രതികരിച്ചത്. അതേസമയം തന്നെ പൊതു അവധി, കാഷ്വൽ ലീവ് എന്നിവ ഒഴിവാക്കുന്നതിനോട് അനുവദിക്കില്ല. ആ തീരുമാനത്തോട് യോജിപ്പില്ല എന്ന് സർവീസ് സംഘടനാ നേതാക്കൾ പറഞ്ഞു. അവധി വെട്ടിച്ചുരുക്കാനാവില്ല എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ ജീവനക്കാരുടെ പ്രശ്നം പ്രത്യേകം പരിഗണിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി നേരിടുന്ന മേഖലയാണ് ആരോഗ്യ മേഖല. കാരണം അവർക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളപ്പോൾ വന്ന് ഇഷ്ടമുള്ളപ്പോൾ പോകാം എന്ന രീതി, അതുപോലെ തന്നെ ആഴ്ചയിൽ 5 ദിവസം എന്ന രീതി ആരോഗ്യ മേഖലയിൽ നടക്കില്ല. അത് പ്രത്യേകം പരിഗണിക്കണം എന്നുള്ള ആവശ്യം സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് പിന്നീട് അറിയിക്കാമെന്നാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞത്. അതുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ഇവരുടെ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വെക്കുകയും അവരുടെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം സർക്കാരിന്റെ നിലപാട് സംഘടനകളെ അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു ചർച്ച കൂടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജിൽസി.